Then the second question is divide the given polynomial by monomial. While second question, first one 5x square minus 6x divided by 3x എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പം നമുക്ക് ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്ത് ചെയ്യാം. സോ ഞാനിത് ചെയ്യാൻ പോകുന്നത് ക്യാൻസലേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. നമുക്ക് തന്നേക്കുന്നത് 5x സ്ക്വയർ മൈനസ് 6x ഡിവൈഡഡ് ബൈ 3x എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ 3x ഈ 5x സ്ക്വയറിനും കൂടെ രണ്ടിനും കൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5x സ്ക്വയർ ഡിവൈഡഡ് ബൈ 3x എന്ന് എഴുതാം, മൈനസ് 6x ഡിവൈഡഡ് ബൈ 3x എന്ന് എഴുതാം, ഈക്വൽ ടു ഇതിനെ നമുക്ക് 5 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. എക്സും ഒരു എക്സും ക്യാൻസലായി. ഇവിടെ നമുക്ക് 3യും 3യും ക്യാൻസലായി, എക്സും എക്സും ക്യാൻസലായി. അപ്പോൾ ബാലൻസ് ഫസ്റ്റ് ടേമിൽ 5ഉം എക്സും ഡിവൈഡഡ് ബൈ 3യും ഉണ്ട്. സെക്കൻഡ് ടേമിൽ 2 മാത്രം. അതായത് 5x ബൈ 3 മൈനസ് 2 എന്നാണ് ആൻസർ കിട്ടുന്നത്. Then second question is 3y raised to 8 minus 4y raised to 6 plus 5y raised to 4 divided by y raised to 4. അതായത് 3y raised to 8 minus 4y raised to 6 plus 5y raised to 4 divided by y raised to 4 എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത്. 3y raised to 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു y ഇൻറ്റു y. ഇതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. 3y raised to 8 ഡിവൈഡഡ് ബൈ y raised to 4 എന്ന് എഴുതാം, മൈനസ് 4y raised to 6 divided by y raised to 4 എന്ന് എഴുതാം, പ്ലസ് 5y raised to 4 divided by y raised to 4 ഈക്വൽ ടു 3y raised to 8 എന്ന് പറയുന്നത് y raised to 4 പ്ലസ് y raised to 4 ആണ് y raised to 8 എന്ന് പറയുന്നത്. സോറി, അങ്ങനെയല്ല, y raised to 4 ഇൻറ്റു y raised to 4 ആണ് y raised to 8 എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം a raised to m ഇൻറ്റു a raised to n എന്ന് പറയുന്നത് a raised to m പ്ലസ് n ആണ്. അപ്പോൾ y raised to 4 ഇൻറ്റു y raised to 4, അതായത് y raised to 4 പ്ലസ് 4 വരും, y raised to 8 വരും. അപ്പോൾ നമുക്ക് y raised to 4 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ y raised to 4 മൈനസ് y raised to 6നെയോ y raised to 4 ഇൻറ്റു y raised to 2, 4 പ്ലസ് 2 6 ആണ്. അപ്പോൾ y raised to 4 ഇൻറ്റു y raised to 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ y raised to 4 പ്ലസ് 5 y raised to 4 ഡിവൈഡഡ് ബൈ y raised to 4 ഈക്വൽ ടു ഈ y raised to 4ഉം ഡിനോമിനേറ്ററിലെ y raised to 4ഉം ക്യാൻസലായി, ഇവിടെ അതുപോലെ തന്നെ ക്യാൻസലായി, ഇവിടെ ക്യാൻസലായി. ബാലൻസ് ഫസ്റ്റ് ടേമിൽ 3യും y raised to 4ഉം ഉണ്ട്, മൈനസ് സെക്കൻഡ് ടേമിൽ 4ഉം y raised to 2ഉം ഉണ്ട്, തേർഡ് ടേമിൽ 5 മാത്രമാണ്. അപ്പോൾ 3y raised to 4 മൈനസ് 4y സ്ക്വയർ പ്ലസ് 5 ആണ് സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ. ഇനി തേർഡ് വണ്ണിൻ്റെ 8 ഇൻറ്റു അടുത്ത പേജ് ചെയ്യാം. Third question, 8 into x cube y square is z square plus x square y cube is z square plus x square y square z cube divided by
4x സ്ക്വയർ y സ്ക്വയർ z സ്ക്വയർ എന്ന് എഴുതാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 8 ഇൻറ്റു എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ divided by 4x square y square z square. ഇതിനെ നമുക്ക് 8x cube y square z square divided by 4x square y square z square plus 8 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 വരില്ല അകത്ത്. x square y cube z square divided by 4x square y square z square plus 8x square y square z cube divided by 4x square y square z square equal to 8 divided by 4 എന്ന് പറയുന്നത് 2 ആണ്. ഇനി x സ്ക്വയറിനെ നമുക്ക് 8നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 4 ആണ് 8 ഇൻറ്റു ഈ എക്സ് ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് എഴുതാമല്ലോ. ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് 8നെ നമുക്ക് 2 ഇൻറ്റു 4 എന്ന് എഴുതാം. ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബിനെ വൈ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് എഴുതാം. ഇൻറ്റു ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് ക്യൂബിനെ ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇസഡ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ഈ 4ഉം ഈ 4ഉം വെട്ടിപ്പോയി. എക്സ് സ്ക്വയർ ക്യാൻസലായി, വൈ സ്ക്വയർ ക്യാൻസലായി, ഇസഡ് സ്ക്വയർ ക്യാൻസലായി. ഇവിടെയും 4 ക്യാൻസലായി, എക്സ് സ്ക്വയർ ക്യാൻസലായി, വൈ സ്ക്വയർ ക്യാൻസലായി, ഇസഡ് സ്ക്വയർ ക്യാൻസലായി. ഇവിടെയും 4 ക്യാൻസലായി, എക്സ് സ്ക്വയർ ക്യാൻസലായി, വൈ സ്ക്വയർ ക്യാൻസലായി, ഇസഡ് സ്ക്വയർ ക്യാൻസലായി. അപ്പോൾ ഫസ്റ്റ് ടേമിൽ 2 ഉണ്ട്, ഒരു എക്സും ഉണ്ട്. പ്ലസ് സെക്കൻഡ് ടേമിൽ 2 ഉണ്ട്, ഒരു വൈയും ഉണ്ട്. തേർഡ് ടേമിൽ 2 ഉണ്ട്, ഒരു ഇസഡും ഉണ്ട്. 2 കോമൺ ആണ്, 2 പുറത്തോട്ട് എടുക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരും. ഫോർത്ത് വൺ എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് divided by 2x. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x cube plus 2x square plus 3x divided by 2x equal to ഇതിലെല്ലാത്തിലും ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 2x പ്ലസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2x എന്ന് വന്നു. ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്നതിനെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ്. എക്സും വെട്ടി ക്യാൻസലായിപ്പോയി. ഇവിടെ 2ഉം ക്യാൻസലായി, എക്സും ക്യാൻസലായി. തേർഡ് ടേമിൽ എക്സ് ക്യാൻസലായി. ബാലൻസ് വരുന്നത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ്
3/2 എന്നാണ് ബാലൻസ് ആൻസർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. Then fifth question is p cube q raised to 6 minus p raised to 6 q cube divided by p cube q cube. അതായത് p cube q raised to 6 minus p raised to 6 q cube divided by p cube q cube equal to p cube q raised to 6 minus p raised to 6 q cube divided by p cube. P cube q raised to 6 divided by p cube q cube minus p cube p raised to 6 q cube divided by p cube q cube equal to p cube q raised to 6 നെ നമുക്ക് q raised to 3 into q raised to 3 എന്ന് എഴുതാം. divided by p cube q raised to 3 minus p raised to 6 നെ p cube into p cube എന്ന് നമുക്ക് എഴുതാം. in cube divided by p cube q raised to 3. p ക്യൂബും ഇതും വെട്ടിപ്പോയി, ഒരു q ക്യൂബും വെട്ടിപ്പോയി. p ക്യൂബ് ഇവിടെ അതുപോലെ വെട്ടിപ്പോയി, q ക്യൂബും വെട്ടിപ്പോയി. ബാലൻസ് ഫസ്റ്റ് ടേമിൽ q ക്യൂബ് ഉണ്ട്, മൈനസ് സെക്കൻഡ് ടേമിൽ p ക്യൂബും ഉണ്ട്.